അഫ്വു വൽ ഗഫൂറു വൽ ഗഫാർ. ഇത് മൂന്നും ഏറെക്കുറെ ഇതുപോലെ ഒന്നൊന്നിനോട് പരസ്പര പൂരകങ്ങളായ അർത്ഥം വരുന്നതാണ്. അള്ളാഹു അഫുവാണ്, ഗഫൂറാണ്, ഗഫാറാണ്. അല്ലദീ ലം യസൽ വലാ യസാലു ബിൽ അഫ്വി മഅറൂഫ. അഫ്വ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലദീ ലം യസൽ വലാ യസാൽ ബിൽ അഫ്വി മഅറൂഫ. അവൻ അഫ്വ് എന്ന നാമത്താൽ സിഫത്തിനാൽ വിശേഷിപ്പിക്കപ്പെടുന്നവനാണ്. ആദ്യമേ ലം യസൽ വലാ യസാൽ, അത് അനാദിയിൽ തന്നെ അള്ളാഹുവിന്റെ സിഫത്താണ്, അനന്തമായി തുടരുന്നതുമാണ്. ലം യസൽ, അവൻ അങ്ങനെ തന്നെയാണ്. വലാ യസാൽ, അങ്ങനെ തന്നെയായിരിക്കും. എന്നും അവൻ അഫൂവാണ്. അഫൂവ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ്. അവനെ ഉപദ്രവിക്കുന്ന, അവനെ ധിക്കരിക്കുന്ന, അവന് ധിക്കാരം ചെയ്യുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കുക, അതാണ് അഫൂവ്. അതിന്റെ മേൽ അവൻ പിടികൂടില്ല. അഫൂവാകുന്നത് പിന്നെ അതിനെ പിടികൂടാതിരിക്കുമ്പോഴാണ്. ചില ആളുകൾ പറയും ഞാനൊക്കെ വിട്ടുക്കണം, വിട്ടെന്ന് പറയും. പിന്നെ കുറെ കഴിയുമ്പോൾ ആവശ്യം വരുന്ന നേരത്ത് അത് വേറെന്തെങ്കിലും ഒരുത്തന്റെ മേൽ പെരുമാറേണ്ടി വരുമ്പോ കൂട്ടത്തിലെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ട് കൊടുക്കും. അത് അഫുവല്ല, അത് ഒരു തരം മക്കറാണ്, കുതന്ത്രം. അഫുവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഫുവ് അത് മുഴുവൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ അഫുവാണ്. അല്ലാഹുമ്മ ഇന്നക അഫു തുഹിബ്ബുൽ അഫു. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് തന്നെ അതാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് അവന്റെ പടപ്പുകൾക്ക് വിട്ടുകൊടുക്കാനാണ്. യുരീദുല്ലാഹു ലിയതൂബ അലൈക്കും. അള്ളാഹു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ തൗബ ചെയ്യാനും അള്ളാഹു സ്വീകരിക്കാനുമാണ്. അർഹമുർ റഹീമീൻ, അർഹമുർ റഹീമീൻ. അതുകൊണ്ട് അള്ളാഹു യുഹിബ്ബുൽ അഫു, ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫു. അഫു ഇഷ്ടപ്പെടുന്ന, അഫു എന്ന ആ സിഫത്ത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനാണ്. എന്നെന്നും അത് അവന്റെ സിഫത്താണ്, അവന്റെ കൂടെ ലാസിമത്തായിട്ടുള്ള സിഫത്താണ്. അഫുവാണവൻ. ലം യസൽ വലാ യസാലു ബിൽ അഫ്വി മഅറൂഫ വബിൽ ഗുഫ്റാനി വസ്സഫ്ഹി മിൻ അൻ ഇബാദിഹി മൗസൂഫ. അവന്റെ പടപ്പുകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു, അവരോട് സഫഹ കാണിക്കുന്നു, ദയാനുകമ്പ കാണിക്കുന്നു, എന്നിട്ട് അവർക്കെല്ലാം വിട്ടുകൊടുക്കുന്നു, പുറത്തു കൊടുക്കുന്നു. ഗുഫ്റാൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുൻപ് കഴിഞ്ഞത് മാച്ചു കൊടുക്കുന്നു, അതിൽ അവന് പിടികൂടുകയില്ല എന്ന് മാത്രമല്ല, വരുന്നതിൽ അവർക്ക് കൂടുതൽ റഹ്മത്തും തൗഫീഖും നൽകുകയും ചെയ്യും. അതാണ് ഗുഫ്റാനിന്റെ പ്രത്യേകത. അഫ്വ് എന്നുള്ളത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്, പിന്നെ അതിന്റെ മേൽ ശിക്ഷിക്കില്ല എന്നുള്ളതാണ്. ഗുഫ്റാൻ ഇത് രണ്ടും ഒന്നിച്ചു വരുന്ന സന്ദർഭത്തിൽ കുറച്ചുകൂടി അർത്ഥം കൂടുതലുള്ളതാണ്. ഏതാണത്? വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു, അതിൽ പിടികൂടി ശിക്ഷിക്കുന്നുമില്ല, മാത്രമല്ല നന്മകൾക്ക് റഹ്മത്ത് നൽകുകയും തൗഫീഖ് നൽകുകയും ചെയ്യുന്നു എന്നുള്ള സായിദത്തായ മഅനയും കൂടി അതിൽ. ഗുഫ്റാൻ, അവൻ ഗുഫ്റാൻ, സഫഹും ഗുഫ്റാനും ചെയ്യുന്നവനാണ്. അൻ ഇബാദിഹി, ആ കാര്യത്തിൽ മൗസൂഫ, ആ സിഫത്തുകൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നവനാണ്. സ്ഥിരം, നിരന്തരമായി. എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹുവിൽ നിന്ന്, സാധാരണ പടപ്പുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗുണം പറഞ്ഞാൽ ആ ഗുണങ്ങൾ കുറച്ചുനേരം അവരിൽ ഉണ്ടാകും, ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവില്ല. ചിലത് വരുമ്പോ ചിലത് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യസൽ വലാ യസാൽ ബിസിഫാത്തിൽ അഫ്വി മഅറൂഫ വബിസിഫാത്തിൽ ഗുഫ്റാനി വസ്സഫ്ഹി മൗസൂഫ. കുല്ലു അഹദിൻ മുദ്തറുൻ ഇലാ അഫ്വിഹി വമഗ്ഫിറതിഹി എന്ന് മാത്രമല്ല, അല്ലാഹുവാണ് അഫ്വ്, അല്ലാഹുവാണ് ഗഫൂർ, അല്ലാഹുവാണ് ഗഫാർ. ഗഫാറും കൂടിയാണ് അവൻ. ഗഫാർ എന്നത് നിരന്തരമായി, ധാരാളമായി എത്ര ചെയ്തു കൊടുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മടുപ്പ് വരുന്ന ഒന്നല്ല ഗുഫ്റാൻ. അവൻ അതിന് ഒരൊറ്റ നിബന്ധന വെച്ചു. ഒരാള് അയാളുടെ തൊണ്ടക്കുഴിയിൽ ജീവനെത്തുന്ന, ഗർഗറത്തിന്റെ ശബ്ദമെത്തുന്ന ആ സമയം, അതല്ലെങ്കിൽ സൂര്യൻ അതിന്റെ ഉദയസ്ഥാനത്ത് നിന്ന് മാറി അസ്തമയ സ്ഥാനത്ത് നിന്ന് ഉദിക്കുന്ന
എല്ലാ നിലക്കുമുള്ള താക്കീതും കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ അടയാളം അത് വരുന്നതിന് മുൻപായി ആര് അവനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തുന്നുവോ അവർക്കവൻ പുറത്തു കൊടുക്കും. അത് നിരന്തരമായി ഒരാൾ പാപം ചെയ്യുന്നു, പിന്നെ മഗ്ഫിറത്ത് ചോദിക്കുന്നു, സത്യസന്ധമായി അയാൾ അതിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുവെങ്കിൽ അല്ലാഹ് സ്വീകരിക്കും. വീണ്ടും അയാളിൽ നിന്ന് അതേ പാപം സംഭവിക്കുന്നു, എന്നിട്ട് വീണ്ടും അയാൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നുവെങ്കിൽ, സത്യസന്ധമായി അയാൾ വീണ്ടും മഗ്ഫിറത്ത് ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹു അത് കൊടുക്കാൻ തയ്യാറാണ്. എത്രയാണ് അള്ളാഹു അവന്റെ പടപ്പുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഗുഫ്റാൻ, എത്രയാണ് അവൻ അവരോട് കാണിക്കുന്ന സമാഹത്തും സഫഹും. അള്ളാഹു ഗഫൂറാണ്, ഗഫാറാണ്. നർജു മഗ്ഫിറത വനഖാഫു മിൻ ഇഖാബിഹി. കുല്ലു അഹദിൻ മുദ്തറുൻ ഇലാ അഫ്വിഹി വമഗ്ഫിറതി. എല്ലാ പടപ്പുകളും അവന്റെ അഫ്വും മഗ്ഫിറത്തും അതിലേക്ക് മുദ്തറുകളാണ്, അത്യാവശ്യക്കാരൻ. കമാ ഹുവ മുദ്തറുൻ ഇലാ റഹ്മതിഹി വകറമിഹി. അതുപോലെ തന്നെ അവന്റെ റഹ്മത്തും കറമും അതിലേക്കും അവർ അത്യാവശ്യക്കാരാണ്. അള്ളാന്റെ കറമും റഹ്മത്തും, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും ലഭിക്കണം എന്നതുപോലെ തന്നെ പടപ്പുകൾ അവനിൽ നിന്നുള്ള മഗ്ഫിറത്തും ഗുഫ്റാൻ അത് ലഭിക്കണം എന്നുള്ളതിന് അത്യാവശ്യക്കാരാണ്. എല്ലാവരും അതിനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിലേക്ക്? അള്ളാഹുവിലേക്കല്ലാതെ മറ്റാരിലേക്ക് അത് ചോദിക്കാനുണ്ട്? അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് പടപ്പുകൾക്ക് പുറത്തു കൊടുക്കാൻ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അവനാണ് ഗഫൂർ, അവനാണ് ഗഫാർ. وقد وعد بالمغفرة والعفو لمن أتى بأسبابها. وقد وعد, അല്ലാഹ് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്. അല്ലാഹുവിന്റെ വാഗ്ദാനം ഒന്നുപോലും ലംഘിക്കുന്നവനല്ല. അത് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്ന് പറഞ്ഞിട്ട് ചിലർ വാഗ്ദാനങ്ങൾക്ക് അത്ര വില ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഹുൽ മസലുൽ അഅല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഖ്ലിഫു മീആദ. അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടില്ല. അങ്ങനെയുള്ള അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ബിൽ മഗ്ഫിറത്തി വൽ അഫു. മഗ്ഫിറത്തും അഫുവും നൽകുമെന്ന്. ആർക്ക്? ലിമൻ അതാ ബി അസ്ബാബിഹാ. അവക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബുകൾ കൊണ്ടുവരുന്ന ഒരുത്തന്. സബബുകളുമായി ഒരാൾ ചെന്നാൽ അല്ലാഹ് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. മഗ്ഫിറത്തിന്റെ അഫുവിന്റെ ഏറ്റവും വലിയ സബബ് തൗഹീദുല്ലാഹ്, അതുണ്ടാകണമെന്നുള്ളതാണ്. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചത്, മൻ ലഖിയഹു, ആരാണോ അവനെ കണ്ടുമുട്ടുന്നത്, ബിഖുറാബിൽ അർളി ഖതായ യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ. ഭൂമി നിറയെ, ഒരു ഭൂമിയോളം, ഒരു ഭൂമിക്കുൾക്കൊള്ളാൻ മാത്രമുള്ള അത്രയും പാപങ്ങളുമായി നീ എന്റെ അടുക്കലേക്ക് വരുന്നു. പക്ഷെ ശിർക്ക് എന്നത് അതിലില്ലെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ. ശിർക്കൊഴികെ മറ്റെന്തു പാപം ഭൂമി നിറയെ നിറച്ചു വെക്കാൻ മാത്രം, ബിഖുറാബിൽ അർദ്, ഒരു ഭൂമിയുള്ള അത്രയും, ഒരു ഭൂമിയുടെ ഭാരത്തിന് അത്രയും ഭാരവുമുള്ള പാപങ്ങളുമായിട്ടാണ് വരുന്നതെങ്കിൽ, സുമ്മ അതൈതനി വലം തുശ്രിക് ബി ഷൈഅ, ശിർക്ക് എന്നിൽ നീ വെച്ചിട്ടില്ലെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, അത്ര തന്നെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ എതിരേൽക്കാം, അത്ര തന്നെ മഗ്ഫിറത്ത് ഞാൻ നിനക്ക് നൽകാം. യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖൈതനി ലാ തുശ്രികു ബി ഷൈഅ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ. അത്രയും ഗഫാറാണ് അല്ലാഹ്. പക്ഷെ ശിർക്ക്, അതുമായിട്ടാണ് ഒരാൾ മഗ്ഫിറത്ത് ചോദിച്ച് ചെല്ലുന്നതെങ്കിൽ അതിന്റെ സബബിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബബ് വീണുപോയി. അതുപോലെ തന്നെ തൗബക്ക് മഗ്ഫിറത്തിന് മറ്റു ചില അസ്ബാബുകൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ അസ്ബാബുകൾ ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, ആ അസ്ബാബുകൾ ഒരാൾ പൂർത്തീകരിക്കുന്നുവെങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നല്ല
പുറത്തു കൊടുക്കുന്നതാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. ഖാല തആല വഇന്നീ ലഗഫാറുൻ ഞാൻ ധാരാളമായി അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്. ഗഫാറാണ്, ഗുഫ്റാനിന്റെ അങ്ങേയറ്റത്തെ സിഫത്തിനാൽ വിശേഷിപ്പിക്കപ്പെട്ടവനാണ്. ലിമൻ താബ ആർക്കാണ് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്നത്? ലിമൻ താബ ആരാണോ ഐ ലിമൻ റജഅ ഇലൈഹി അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നത്. പാപം ചെയ്തിട്ട് അകന്നുപോയ ഒരുത്തൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നത്. അല്ലാഹുവിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ വആമന ഈമാൻ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ടു, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, ഈമാൻ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ടു. വഅമില സ്വാലിഹായ അമൽ അവൻ കൊണ്ടുവന്നു. സുമ്മഹ്തദാ എന്നിട്ടവൻ ഹുദയിൽ സബാത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഹുദ അത് സ്വീകരിക്കുകയും അതിൽ സബാത്ത് ഇസ്തിഖാമ അതാണ് സുമ്മഹ്തദാ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീട് അതിൽ നേർക്ക് നേരെ നിൽക്കേണ്ട രൂപത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്ത ഒരുത്തൻ തൗബ ചെയ്ത് മടങ്ങി, ഈമാൻ ഉൾക്കൊണ്ടു, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, ഈമാൻ ഉൾക്കൊണ്ടു, സാലിഹായ അമലുകൾ അഥവാ ഇഖ്ലാസോടുകൂടിയും അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ടും അമലുകൾ അവൻ ചെയ്തു. എന്നിട്ടങ്ങനെ ഹുദയിൽ സബാത്തോടെ ഇളകാതെ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളവൻ, അങ്ങനെ അള്ളാഹുവിനാരെ കണ്ടുമുട്ടുന്നുവോ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നല്ല, ലഗഫാറുൻ ധാരാളമായി അങ്ങേയറ്റം അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്ത് അവന് റഹ്മത്ത് നൽകും. ഇതാണ് അള്ളാഹുവിന്റെ സിഫത്തുകളിൽ അഫൂവ്, ഗഫൂർ, ഗഫാർ എന്നീ സിഫത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ വരുന്നതാണ് അത്തവ്വാബ്, അവൻ തവ്വാബാണ്.